ടീച്ചറെ, അച്ഛൻ പറഞ്ഞു ടീച്ചറിന്റെ മക്കള് പഞ്ചപാണ്ഡവന്മാരാണെന്ന്. അത് ശരിയാ? ടീച്ചറിന്റെ പേര് കുഞ്ചിയമ്മ എന്നല്ലേ? പാണ്ഡവരുടെ അമ്മ കുന്തിയല്ലേ? കുന്തിക്കും 5 മക്കള്, കുഞ്ചിയമ്മയ്ക്കും 5 മക്കള്. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്, അഞ്ചാമൻ പഞ്ചാര കുഞ്ചുവാണ്. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്. ടീച്ചർ, മക്കള് വന്നിട്ടുണ്ട്. ഞാൻ വരാം. ആ, പഞ്ചപാണ്ഡവന്മാരെ കുറിച്ചുള്ള രസകരമായ കഥകൾ ഇനി അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. ആ, കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളും പൊണ്ണാണ്. അവരഞ്ചു പേരും ഒത്തുചേർന്നാൽ കുഞ്ചിയമ്മയ്ക്ക് പെടപെടപ്പാണ്. അതെ, താൻ ആ ടീച്ചർ ഒന്ന് വിളിച്ചേ. നേരെ എത്രയായി? ബഹളം ഉണ്ടാക്കരുത്, ക്യൂ പാലിക്കണം. നിങ്ങൾക്കിതൊരു പുതുമയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇതിവിടെ സ്ഥിരം പതിവാ. താൻ കൂടുതൽ ജാട കാണിക്കണ്ട, പോയി ടീച്ചറിനെ വിളിച്ചോണ്ട് വാ. എവിടെ പോയി കിടക്കുന്നു എന്തോ. ടീച്ചറേ, ടീച്ചറേ. എന്താ കരുണ? ആളുകൾ എത്തിയിട്ടുണ്ട്. ഓ, ഇന്നും വന്നിട്ടുണ്ടോ? പിന്നെ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട്. ടീച്ചറെ, ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നരുത്. നിത്യേന ടീച്ചർ ഇങ്ങനെ നഷ്ടം നീത്താനിരുന്നിട്ടാ അവര് വഷളാകുന്നത്. ഒരു ദിവസം തിരിച്ചു ചെയ്ത് നോക്കിയേ, അവര് പഠിക്കും. നീ വാ. നിക്ക് നിക്ക്, ഇതാണ് കോവിലകത്ത് കുഞ്ചിയമ്മ. ഓരോരുത്തരായി കാര്യം പറഞ്ഞാട്ടെ. നമസ്കാരം. എനിക്ക് 2 പവന്റെ കാശ് കിട്ടണം. നിങ്ങളുടെ മൂത്ത മോനാ തരാനുള്ളത്. അവൻ നിന്നോട് കടം വായിച്ചു? അല്ല, എന്റെ ഭർത്താവ് കൊണ്ടുപോയി കള്ളു കുടിച്ച് കളഞ്ഞതാ. അതിന് ഞാൻ ഇങ്ങേരെ തല്ലിയപ്പോ നിങ്ങളുടെ മോൻ വന്ന് തടസ്സം നിന്ന് കാശ് തരാന്നും പറഞ്ഞു. ഇതാരാ? എന്റെ കെട്ടിയോനാ. എനിക്കൊരു ആണ്ടോണ വേണ്ടേ? പിന്നെ നല്ല കുടുംബം അല്ല ടീച്ചറെ? ഞാൻ സുരേന്ദ്രൻ. നിങ്ങളുടെ ആ തീറ്റി പണ്ടാര മോനുണ്ടല്ലോ, അവനൊരു 250 ഇട്ടില്ലെങ്കിൽ തിന്നിട്ടുണ്ടാവും. അതിന്റെ കാശ് കിട്ടിയാൽ ഞാനങ്ങ് വയ്ക്കോളാം. അപ്പൊ ഇന്നലെ തീറ്റ മത്സരം ഉണ്ടായിരുന്നല്ലേ? ആ, കണ്ടോ, നിങ്ങളുടെ മോൻ തല്ലി ഓടിച്ചതാ. ഇതിനെയോ? പിന്നല്ലാതെ 1500 രൂപയായി ആശുപത്രിയില്. പണം പോയാലെന്താ, ഒരാളെങ്കിലും നമ്മുടെ അർജുനൻ തോൽപ്പിച്ചല്ലോ. ഇതെന്താ അങ്കവാലോ? നിങ്ങളുടെ മോന്റെ ബ്യൂട്ടി പാർലറിൽ പോയതാ. മുട്ടുവരെ മുടി ഉണ്ടായിരുന്നതാ എനിക്ക്. അങ്ങനെ വേണം. ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളും കൊണ്ട് ഒരു മുടി വലിച്ചു നീട്ടു. ഇത് കണ്ടോ, ഫേഷ്യൽ ചെയ്തതാ. എനിക്കും കിട്ടുന്ന നഷ്ടപരിഹാരം. ടീച്ചറേ, ഞങ്ങൾ കമ്പ്യൂട്ടർ പോയിന്റിൽ നിന്ന് 4 ലാപ്ടോപ്പിന്റെ പൈസ കിട്ടും. ഇപ്പൊ എങ്ങനെയുണ്ട്? അവര് പണിയെടുക്കില്ല, കുടുംബം നോക്കില്ല എന്ന് ഇനി പറയരുത്. അവര് പണിയെടുത്തു. ദേ, ഇവരൊക്കെ കുടുംബം നോക്കാനും വന്നു. എന്റെ ടീച്ചറെ, ഞങ്ങളുടെ കാശിങ് എടുക്ക്, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. എന്റെ മക്കളെ എണ്ണീറ്റിട്ടില്ല. ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ? അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്കിപ്പോ എന്റെ പൈസ വേണം. ഒരൊറ്റ എണ്ണം മിണ്ടി പോകരുത്. ടീച്ചർ പോയാട്ടെ. അവരൊന്ന് ചോദിച്ചു വരട്ടെ. അതവരുടെ അവകാശമല്ലേ? അല്ലേ?